രാഹുൽ ഗാന്ധി പലപ്പോഴായിട്ട് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഈ രാഷ്ട്രീയം വിഷയമായിട്ട് വരുമ്പോൾ സംസാരിക്കുമ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട്, BJPക്കും നരേന്ദ്രമോദിക്കൊക്കെ ഒപ്പോണൻ്റായിട്ട് ആരാണ് ഇന്ത്യയിലുള്ളത്? ഒരു ധ്രുവറാട്ട്. അതിലും കൂടുതൽ വേറെ ആരും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പലരും പറയും രാഹുൽ ഗാന്ധി രാഗ നീ കണ്ടോ, വേറെ ലെവലാ, പുഷ്പയാന്നൊക്കെ പറയും. എനിക്കൊരിക്കലും അതൊരു ഫയറായിട്ട് തോന്നിയിരുന്നില്ല. രാഹുൽ ഗാന്ധി ഫ്ലവറായിട്ട് തന്നെ ഇന്ന് കൂട്ടിയിട്ടുണ്ടായിരുന്നത്. ബട്ട് എസ്റ്റർഡേ മാൻ, ഈ ചെങ്ങാതി ലൈക്ക് എന്താ പറയുക, പ്രൂവിങ് ഇസ് മെറ്റൽ എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു ഒന്നൊന്നര ബോംബാണ് പൊട്ടിച്ചത്. BJPക്കും ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനും ലെഫ്റ്റ് റൈറ്റ് ചള്ളക്കുള്ള അടിയാണ് കിട്ടിയിട്ടുള്ളത്. കുറേ പേര് ചോദിക്കാൻ ആഗ്രഹിച്ച, കുറേ പേർക്ക് സംശയമുണ്ടായിരുന്ന കംപ്ലീറ്റ് ആ ഒരു എങ്ങനെയാണ് ഈ അട്ടിമറി സംഭവിക്കുന്നത് വോട്ടിങ്ങിൽ, ഇത് ഏത് രീതിയിൽ സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് വന്നിട്ട് പറഞ്ഞു തന്ന ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റി. ആൻഡ് വൺസ് അഗെയിൻ ഞാൻ പലരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എൻഡ് ഓഫ് ദ ഡേ വിശ്വസിച്ച് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം സോഷ്യൽ മീഡിയ ആയിരിക്കും. കാരണം ഇവിടുത്തെ ഗോതി മീഡിയ ഒന്നും ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ചമച്ചാപ്പണി എടുക്കുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും പുറത്ത് വന്നാലും അത് പ്രൊജക്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇപ്പോൾ എൻഡ് ഓഫ് ദ ഡേ ഈവൻ ദ ഓപ്പോസിറ്റ് ലീഡർക്കും സോഷ്യൽ മീഡിയ തന്നെ ചൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയായി. അത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ മൻ കി ബാത്തൊക്കെ പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയുണ്ട്. ചെങ്ങാതി ഓൾറെഡി സ്ക്രിപ്റ്റ് ചെയ്ത് ഒരു സാധനം സെറ്റാക്കും, അതൊരു പ്രോംപ്റ്റിലിട്ട പോലെ വന്നു ഇങ്ങനെ പറയും. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇതുപോലെ മീഡിയാസിനെ ഫേസ് ചെയ്ത് ഇത്രയും എന്താ പറയുക പവർഫുള്ളായിട്ടൊരു കാര്യം പറഞ്ഞൊന്നും ഞാൻ കേട്ടിട്ടില്ല നമ്മുടെ പ്രധാനമന്ത്രി. കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് ആയിരിക്കാം, മീഡിയനെ ഫേസ് ചെയ്യാതെ മുപ്പര് വഴി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. പക്ഷേ രാഹുൽ ഗാന്ധി ഇന്നലെ കാണിച്ച സാധനം ഉണ്ടല്ലോ, അതാണ് ഒരു ഓപ്പോസിറ്റ് ലീഡർ. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഓപ്പോസിറ്റ് ലീഡർ അതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഫേക്ക് വോട്ട്സ്, അതെങ്ങനെ നടക്കുന്നു എന്നുള്ളതൊക്കെ. ബാംഗ്ലൂർ സെൻട്രലിൽ ഒരൊറ്റ നിയമസഭാ മണ്ഡലം മഹാദേവ്പുര കോൺസ്റ്റിറ്റ്യുവൻസിയിലെ അവിടെ നടന്ന വോട്ടിങ്ങും അവിടുത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് 1,250 ഫേക്ക് വോട്ട്, 1,250 ഫേക്ക് വോട്ട്സാണ് PC മോഹൻ BJP സ്ഥാനാർത്ഥി 32,000 വോട്ടിന് അവിടുന്ന് ജയിച്ച സമയത്ത് ഈ 1,250 ഫേക്ക് വോട്ട്സ് അവിടെ രേഖപ്പെടുത്തി. ഈ 1,250 ഫേക്ക് വോട്ട്സ് എങ്ങനെയാണ് ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവരെടുത്തൊരു എഫേർട്ട് ഉണ്ട്. അതിനെക്കുറിച്ചും എങ്ങനെ ഈ വോട്ടുകൾ വന്നു എന്നുള്ളതിനെക്കുറിച്ചും ലാസ്റ്റ് ടൈം BJP എങ്ങനെയാണ് ലോക്സഭാ സീറ്റിൽ ജയിച്ച് കയറിയത് എന്നുള്ളതും ഒക്കെ ഏറെക്കുറെ രാഹുൽ ഗാന്ധിൻ്റെ ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണെങ്കിലും ഞാൻ വീഡിയോ 1 by 1 ആയിട്ട് ഇവിടെ പ്ലേ ചെയ്യാം. ഓക്കെ, ആൻഡ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ യു ക്യാൻ ലൈക്ക് എന്താ പറയുക എന്നെ തിരുത്തി നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. എനിക്കിതിൽ നിന്ന് മനസ്സിലായതും എനിക്ക് പറയാനുള്ള കാര്യങ്ങളുമാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു. ലെറ്റ്സ് ഡിസ്കസ്. Elections in India, the fundamental most important thing is how secure is that idea of one man, one vote? Are the right people being allowed to vote? Are fake people being added to the voter list? And is the voter list true or not? ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ബേസിക് കോൺസെപ്റ്റ് 1 man 1 vote എന്നുള്ളൊരു സംഗതി തന്നെയാണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ, ഒരാൾക്ക് ഒരു വോട്ട്. ഇവിടെ നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കുന്നതാണ്, ഏതൊരു ഇലക്ഷൻ എടുത്ത് നോക്കിയാലും ഫേക്ക് വോട്ട്. ഇവിടുന്ന് കയറുന്നു, എങ്ങനെ കയറുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ചില സാഹചര്യങ്ങളിലൊക്കെ ചിലർ വന്ന് പല കോൺസ്പിറസീസും പറയാറുണ്ട് എന്നല്ലാതെ ഒരു കംപ്ലീറ്റ് പ്രൂഫ് ഒന്നും വെച്ചാലും സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ കേരളത്തിൽ ആളുകൾക്ക് വോട്ടിൻ്റെ വില അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവിടെ കള്ളവോട്ടൊക്കെ ആണെങ്കിൽ തന്നെ പിടിക്കലും പ്രശ്നം ഉണ്ടാവലും വിഷയങ്ങളൊക്കെ കാണും. ഈ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് ഈ വോട്ടിൻ്റെ വില അറിയില്ല. അവിടെ ജാതിയുടെ രാഷ്ട്രീയം, മതത്തിൻ്റെ രാഷ്ട്രീയം, ഓരോ വിഗ്രഹങ്ങൾ ആളുകളെ വെച്ച് അവരെ ആദരിച്ചും
അവരിൽ അടിമത്വം വെച്ചിട്ടൊക്കെ ഉള്ള അങ്ങനത്തെ രാഷ്ട്രീയമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മെയിൻലി കാസ്റ്റ് ബേസ്ഡ് അല്ലെങ്കിൽ റിലീജിയൻ ബേസ്ഡ് പൊളിറ്റിക്സ്. അപ്പോൾ അവിടുത്തെ സാഹചര്യത്തിൽ അവിടെയുള്ള മേലാളന്മാർ പറയുന്നത് അങ്ങോട്ട് പോയി ചെയ്യാമല്ലാതെ, അല്ലെങ്കിൽ വോട്ടിൻ്റെ വില ഒട്ടും അറിയാതെ, ആ വോട്ടിൻ്റെ സമയമാകുമ്പോൾ അവർക്ക് കുറേ കള്ള് കിട്ടും, കുറേ മറ്റേ പൈസ കിട്ടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടും. അത് വെച്ചിട്ട് അവരെ ID കാർഡൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ നോമിനീസിൻ്റെ കയ്യിൽ വരുമ്പോൾ അവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. നിങ്ങൾ എന്താണ് കാണിച്ചോ, ഈ പേരിൽ ഇനി ഇന്ത്യൻ്റെ ഏത് ഭാഗത്ത് ഏത് സ്റ്റേറ്റിൽ നിങ്ങൾ എന്ത് വേണേൽ ചെയ്തോ, ഞങ്ങൾക്കൊന്നും അറിയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ വോട്ടിങ്ങിൻ്റെ സമയമാകുമ്പോൾ അവിടെ അവർ പോവും, കുത്തും, പോരും. അങ്ങനെ പോകുന്നൊരു സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിൽ കേരളത്തിലും അങ്ങനെ കുറച്ച് സ്റ്റേറ്റുകളിൽ മാത്രമേ വോട്ട് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യുന്ന ആളുകളുള്ളൂ. അല്ലാത്ത പക്ഷമൊക്കെ വോട്ടൊക്കെ ഒരു കണക്കാണ്. അങ്ങനെ ഒരു രാജ്യത്തിൽ, അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ അങ്ങനെയുള്ള ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു എക്സ്പ്ലോയിറ്റേഷനും കൂടി ഇതിനിടയിലുണ്ട്. ഓക്കെ, അപ്പോൾ എൻറ്റയർ സിസ്റ്റം എങ്ങനെയാണ് കറപ്റ്റഡ് ആയതെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. महाराष्ट्र में, और ये हमने पब्लिकली कहा, इलेक्शन कमीशन को कहा, महाराष्ट्र में more voters added in 5 months than 5 years. More voters added in 5 months than in 5 years. Caused us suspicion. More voters than the entire population of Maharashtra. Again, very surprising fact. And then huge jump in voter turnout after 5 p.m. ഓക്കെ, മഹാരാഷ്ട്ര ഇലക്ഷൻസ് കഴിഞ്ഞ സമയത്ത് തന്നെ ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ രാഹുൽ ഗാന്ധി തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ബേസിക്കലി ഇതിനൊരു പ്രൂഫ് വേണ്ട. ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് ഫേക്ക് വോട്ട്സ് ഉണ്ട്, അതെങ്ങനെ, എവിടെ നിന്ന്, ഏത് രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ക്ലാരിറ്റി വേണം. മനസ്സിലായോ? പിന്നെ ഇതിൽ എപ്പോഴും വരുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇലക്ഷൻ കമ്മീഷൻ്റെ നേരെ വിരൽ ചൂണ്ടിയാൽ അത് കുറേ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. അങ്ങനെ വിഷയത്തിനകത്ത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം, വെരി ബേസിക് തിങ്, ഭരിക്കുന്ന പാർട്ടിയും ഇലക്ഷൻ കമ്മീഷനും കൂടി ഒന്നിച്ചു കഴിഞ്ഞാൽ ഒരു വോട്ടെടുപ്പൊക്കെ അട്ടിമറിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ആ രീതിയിലുള്ള അട്ടിമറി നടന്നിട്ടുണ്ടാവും. ഇപ്പോൾ കമ്മിങ് ടു ദിസ് മഹാരാഷ്ട്ര സീന് തന്നെ 5 മാസം കൊണ്ട് 5 വർഷത്തിൽ ആഡ് ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടേഴ്സിനെ മഹാരാഷ്ട്രയിൽ ആഡ് ചെയ്യുന്നു ഒരു 5 മാസം കൊണ്ട്. ക്യൂരിയോസിറ്റി, ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമില്ല. അതെന്തോടൊപ്പം അങ്ങനെ പറ്റിപ്പോയേ? വോട്ടിംഗ് ആവുന്നതിൻ്റെ മുമ്പ് ഒരു 5 മാസത്തിനിടയിൽ തന്നെ അവിടെ വോട്ടേഴ്സിൻ്റെ എണ്ണം എങ്ങനെ കൂടി എന്നുള്ളൊരു ചോദ്യം ഓബിയസ്ലി എല്ലാവർക്കും ചോദിക്കാം. പിന്നെ എൻറ്റയർ പോപ്പുലേഷനേക്കാൾ കൂടുതൽ വോട്ടേഴ്സ് ഇപ്പോൾ പറയാൻ പലരും പുറത്താണ്, അങ്ങനെയാണ്, എത്ര പേര് പുറത്ത് കാണും? അതും ഒരു വളരെ സസ്പീഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ 5 മണിക്ക് ശേഷം ഉണ്ടാവുന്നൊരു ഹ്യൂജ് ജമ്പ് ഉണ്ട് വോട്ടിങ്ങിൽ. എന്നാൽ ബൂത്തുകളിൽ ഇരിക്കുന്ന ആളുകൾ ആരും പറയുന്നില്ല അത്രത്തോളം ഒരു തിക്കോ തിരക്കോ 5 മണിക്ക് ശേഷം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ, അതായത് 5 മണിക്ക് ശേഷം ഈ പറഞ്ഞ വോട്ട് എങ്ങനെ ആര് വന്ന് രേഖപ്പെടുത്തി? വായുന്ന് മറ്റേ അദൃശ്യ ശക്തികൾ, മരിച്ചു പോയവരും കൂടി വന്ന് വോട്ട് ചെയ്തു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ആത്മാക്കൾ ഒന്ന് വോട്ട് ചെയ്ത് പോയി എന്നുള്ളൊരു സംശയം കൂടി അവിടെ ഉണ്ട്. ഇതൊക്കെ ബേസിക്കലി ഇന്നലെ രാഹുൽ ഗാന്ധി പറയാതെ പറയുന്നത് EVM മെഷീൻ എന്ന് പറഞ്ഞ സംഗതിയിലേക്കാണ് എന്നുള്ളതാണ് എനിക്ക് ഏറെക്കുറെ എൻ്റെ മൈൻഡിൽ തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒരുപാട് കോൺസ്പിറസിയുള്ളൊരു ഐറ്റമാണ്. കുറേ മെഷീൻസ് കാണാൻ ഇല്ല എന്നുള്ള കോൺസ്പിറസീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് മുകളിൽ കുറേ വാഗ്വാദങ്ങളും പരിപാടികളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ EVMലെ ഡാറ്റാസ്, പണ്ടൊക്കെ ബാലറ്റും പേപ്പറും ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ EVM ആണ്. EVMൽ എന്താണ് തിരിമറി? ഇതാണ് രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞു വെച്ചതിൽ എനിക്ക് തോന്നുന്നൊരു മെജോറിറ്റി ഐറ്റവും പോകുന്നത് EVMലെ തിരിമറി നേരിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. ഓക്കെ, അതിന് പ്രൂഫ്സ് വെക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ അയാൾക്ക് കിട്ടിയ ഡാറ്റ വെച്ചിട്ടുള്ള സാധനങ്ങൾ അങ്ങേര് പറഞ്ഞിട്ട് പോകും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. Voter list is the property of this country. The Election Commission refuses, absolutely refuses to give us the voter list. Doesn't give it to political parties, gives it in a form where it simply cannot be analyzed, or it couldn't be analyzed until we did this work.
And go back. Go back. EC rejects Congress plea for machine readable Maharashtra voter list. Machine readable is the key. Because if we want to analyze the data, we need soft copies. And I'll explain to you why. Go back here. And then something very interesting they did. They said we are going to destroy CCTV footage. And this was surprising to us because there was this question in Maharashtra that you would have had to have massive voting after 5:30 for the numbers to add up. And our people knew, and the alliance people knew that in the polling booths, no such thing happened. There was not massive voting after 5:30. There were no big lines after 5:30. So these two things made us believe with reasonable certainty that the Election Commission of India was colluding with the BJP to steal elections. മഹാരാഷ്ട്രയിൽ തോന്നിയ സംശയം ഓക്കെ അന്ന് ചോദിച്ചപ്പോൾ കിട്ടാത്ത പ്രൂഫ്സ് CCTV ഫുട്ടേജുകൾ കിട്ടിയില്ല, EVM നിന്ന് കോപ്പീസ് ചോദിച്ചിട്ട് അത് കിട്ടിയില്ല, ഇനി ഫെർദർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ CCTV ഫുട്ടേജ് വരെ നശിപ്പിച്ച് കളയുന്നുള്ള രീതിയിലുള്ള പരിപാടികൾ. അങ്ങനെ ആകെ മൊത്തം മഹാരാഷ്ട്രയിൽ നിന്ന് തുടങ്ങിയ ഈ ഒരു സംശയം വന്നു നിൽക്കുന്നത് ബാംഗ്ലൂരിലെ മഹാദേവ്പുര എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. അവിടുന്നാണ് ഇവർക്ക് ഒരു 7 അടി വലിപ്പത്തിലുള്ള കൂമ്പാര പേപ്പേഴ്സ്, അതായത് ലൈക്ക് ഒരാൾ പോയി ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ഇന്ന ബൂത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റ് വേണം, അതിൻ്റെ ഡീറ്റെയിൽസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഇന്ത്യയാണ്, ഡിജിറ്റൽ പ്രൂഫാണ് ഇപ്പോൾ എല്ലാം, അപ്പോൾ ഡിജിറ്റലായിട്ട് കൊടുക്കാം. അത് കൊടുക്കാതെ 100-300 കിലോ വരുന്ന, നിങ്ങൾക്ക് ഒരു സ്കാനറിലോ ഒരു റീഡറിലോ ഇട്ടാൽ നിങ്ങൾക്ക് ഡിജിറ്റൽ കോപ്പിയോട് റീഡ് ചെയ്തെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള 7 അടി വലുപ്പത്തിലുള്ള വലിയ കെട്ട് സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ ആർക്ക് കൊടുത്തത്? ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിട്ടുള്ളത്. ഇത് ഇവർ കുറേ അധികം സമയമെടുത്ത് 10-40 മാസം 10-40 ആളുകൾ ഡേ നൈറ്റ് വർക്ക് ചെയ്തിട്ടാണ് ഇതിനകത്തുള്ള ഓരോ സാധനങ്ങളും വേർതിരിച്ചെടുത്തത്. ഇതിനകത്ത് എങ്ങനെയാണ് ഇവിടെ വോട്ട് ഒരു ഫേക്ക് ചെയ്തത്, ഇനി അതിനെക്കുറിച്ചുള്ള വീഡിയോസ്. And this task took us 6 months. So what you're going to see here was 6 months of the work of 30 to 40 people, non-stop, comparing names, comparing addresses, comparing pictures. And we have done the work for one assembly constituency. If you want to do the work for one Lok Sabha, that's in Karnataka, that's 7. Dikhao. That's 7 of those. Right? So you can imagine the task that we are being forced to do. Now, analyzing this, if the Election Commission gave us electronic data, 30 seconds. Right? And I repeat, this is why we are being given data like this, so that it is not analyzed. These papers that are given, they themselves do not allow for optical character recognition. So if you scan them, you can't actually get the data out of them. And we were surprised. Why? Why is the Election Commission protecting these pieces of paper? ठीक है, आप सॉफ्ट कॉपी नहीं देना चाहते, but इनको क्यों प्रोटेक्ट कर रहे हो? Right? And EC deliberately provides non-machine readable papers. This was another thing that when we discovered it, we were like, this is strange. ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത ഈ പേപ്പറിലെ പണി അതൊരു വൃത്തിയായിട്ട് തിരിച്ചൊരു പണിയായിട്ട് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാനും ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ തന്നെ എനിക്കും ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക് ഞാനും ഭയങ്കര ക്യൂരിയസ് ആയത് അവിടെയാണ്. ഒരു എന്താ പറയുക, എവിഡൻസ് കൊടുക്കുമ്പോൾ, അല്ല എവിഡൻസ് അല്ല, ഒരു വോട്ടർ ലിസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇപ്പം എല്ലാം ഡിജിറ്റലായിരുന്ന സമയത്ത് ഒരു ഡിജിറ്റൽ കോപ്പിയിൽ പോലും റീഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പേപ്പർ സ്റ്റാക്ക് എടുത്തിട്ട് കൊടുത്തിട്ട് നിങ്ങൾ പണിയെടുത്തു. അല്ലെങ്കിൽ ഇത് ആരും റീഡ് ചെയ്യാൻ പാടില്ല, മെനക്കെട്ട് ഇവർ വിചാരിച്ചിട്ടുണ്ടാവും. രാഹുൽ ഗാന്ധി ഇപ്പോൾ അത് ചോദിക്കുന്നുണ്ട്, കോൺഗ്രസ്സുകാർ ചോദിക്കുന്നുണ്ട്, സാധനം 7 അടി വലുപ്പത്തിൽ 100-300 കിലോയിൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസിനും റീഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇവന്മാരെ എവിടെ നിന്ന് എടുത്തിട്ട് നോക്കി എപ്പോൾ കണ്ടുപിടിച്ച് എന്ത് ചെയ്യാനാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും.
അതൊരു വേർഷൻ. രണ്ടാമത്തെ വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിജിറ്റലി റീഡ് ചെയ്ത് സ്കാൻ ചെയ്താൽ കുറച്ച് സമയം കൊണ്ട് ഈ പരിപാടി തീർക്കാം. അപ്പോൾ കുറച്ച് മെനക്കെട്ടോട്ടെ. പിന്നെ ഇതിലുള്ള ഡാറ്റാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലോക കോമഡിയാണ്. വീട്ടുപേരില്ല, അച്ഛൻ്റെ പേരില്ല, സർവത്ര ഭൂലോക ഫേക്ക് കൂടായ്പോണ് ഇതിനകത്ത് കാണിച്ചു വെച്ചിട്ടുള്ളത്. അത് വേറെ സ്കീം. ഇനി അതിലോട്ടൊക്കെ പോവാം. Our internal polling told us that we were expected to win 16 seats in Karnataka and we won 9. So we then focused on the 7 unexpected losses and we chose 1 Lok Sabha, and out of that Lok Sabha our team said we can only do 1 Vidhan Sabha. And so we chose 1 Vidhan Sabha, focused on Mahadevapura. 2024, total votes polled 6.26 lakhs in the Lok Sabha. BJP wins with 658,915 with a margin of 32,707. But then, the interesting thing, we look at Mahadevapura assembly segment. And the BJP, the Congress polls 1,15,586 and the BJP polls 2,29,632. Congress wins all the Vidhan Sabhas except this one. And in this one, BJP sweeps and gets a margin of 1,14,046. That this seat wins them the election. And the Lok Sabha goes in their favor. ലോക്സഭ ഇലക്ഷൻ്റെ സമയത്താണ് ഇവർ ഈ അട്ടിമറി ഏറ്റവും കൂടുതൽ വിസിബിൾ ആയത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെന്ത് ചെയ്തത്, കർണാടകയിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ അസസ് ചെയ്യുക എന്ന് പറഞ്ഞ സീനാണ്. അതുകൊണ്ട് ബാംഗ്ലൂർ സെൻറ്ററിലെ മഹാദേവ്പുര എന്ന് പറഞ്ഞുള്ള കോൺസ്റ്റിറ്റ്യുവൻസി ഇവർ ചൂസ് ചെയ്തു. ഇതിൽ തന്നെ വളരെ എവിഡൻ്റ് ആണ് ഇൻറ്റേർണൽ പോൾസ്. ഇപ്പോൾ ഇവർക്കൊരു എല്ലാ പാർട്ടിക്കും ഇവർക്കൊരു ഇൻറ്റേർണൽ പോൾ അസസ്മെൻ്റ് ഉണ്ടാവും. അതിലൊക്കെ ഇവർക്ക് 16 സീറ്റ് കർണാടകയിൽ കിട്ടുമെന്ന് പറഞ്ഞ സ്ഥലത്താണ് UDF എന്ത് ചെയ്തത് 9 സീറ്റായത്. ഓക്കെ, BJP ബാക്കി ഇതെങ്ങനെ പിടിച്ചെടുത്തു അവർക്കറിയില്ല. കാരണം അവർ ഗ്രൗണ്ട് വർക്ക് ചെയ്ത സമയത്ത് രാഹുൽ ഗാന്ധി തന്നെ ഇതിൻ്റെ എക്സ്റ്റെൻഡഡ് വീഡിയോയിൽ പറയുന്നുണ്ട്, റാലിക്ക് ആളുകളുണ്ട്, ഓരോ പോകുന്ന സ്ഥലത്ത് ആളുകളുണ്ട്. കംപ്ലീറ്റ്ലി അവർ ഗ്രൗണ്ട് ലെവൽ വർക്ക് നടത്തിയ സമയത്ത് അവർക്ക് കംപ്ലീറ്റ് പോസിറ്റീവായിരുന്ന ഒരു ഗ്രൗണ്ട് അതെങ്ങനെ ചേഞ്ചായി ഒരു പിടുത്തവുമില്ല. അവിടെയാണ് ഇവരുടെ ഡൗട്ട്സ് തുടങ്ങി. വോട്ട് കയറിയിട്ടുണ്ട്, അത് ഫേക്ക് ആയിട്ടുള്ളത്. അത് ഏത് വഴിക്ക് കയറി എന്നുള്ളൊരു അന്വേഷണം. അതും ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അടുത്തൊരു ഇലക്ഷൻ വന്ന സമയത്ത് അവിടെ BJP ഫെയിലിയർ ആവും ചെയ്തു. അങ്ങനെ ഒരു സാധനം മാർജിൻ താഴെ ഇടിഞ്ഞ് പോയിട്ടുമുണ്ട്. അപ്പം അതെങ്ങനെ സംഭവിച്ചു? അങ്ങനത്തെ ഒരു സ്കീം പിടിച്ചപ്പോഴാണ് ഈ പറഞ്ഞ ഫേക്ക് വോട്ട്സിൻ്റെ പരിപാടി ഒന്നുകൂടി വിസിബിൾ ആയത്. അതിൽ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഒരാളുടെ വോട്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോയ കേസുകളുണ്ട്. ഫേക്ക് ആൻഡ് ഇൻവാലിഡ് ആയിട്ടുള്ള അഡ്രസ്സുകളുണ്ട്. ഫേക്ക് ആൻഡ് ഇൻവാലിഡ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് മാത്രമല്ല തന്തേൻ്റെയും തള്ളേൻ്റെയും പേര് അവിടെ ABCD ആണ്. ബൾക്ക് വോട്ടേഴ്സ്, ഒരു വീട്ടിനകത്ത് ഒറ്റമുറി വീട്ടിനകത്ത് 50-60 ആളുകൾ എങ്ങനെ നടക്കും? ഇൻവാലിഡ് ഫോട്ടോസ്, പടച്ചമ്പരാന് കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഫോട്ടോ, അങ്ങനെ വെച്ചിട്ടൊക്കെയാണ് പോളിംഗ് ബൂത്തിൽ ആൾ കയറിയെന്നാണ് പറയുന്നത്. ഇത് ഏത് വഴിക്ക് കയറി? അങ്ങനെ കുറേ സംഗതികൾ ഇനി വരുന്ന വഴിക്ക് നമുക്ക് ഈ വീഡിയോകളിൽ നോക്കാം. We need to know how this is being done. This was the challenge here. This is 7 feet of paper. As you can see, you have to sort through every single one of these. So let's suppose I want to find out if you have voted twice or if your name occurs twice in the voter list. I have to take your picture and then I have to compare it to every single bit of paper and say, भैया ये फोटो यहाँ है, let me show you. ऐसी लिस्ट होती है, ऐसी लिस्ट होती है. तो then we have to take this individual photo and we have to take it and look in every single sheet कि ये इस व्यक्ति 2 बार तो नहीं आई है,
That's the process, and it's a very tedious process. I had initially thought that we will do multiple seats, but when we faced this, we realized why the Election Commission doesn't give us electronic data. Because they don't want us to look carefully. ഇലക്ഷൻ കമ്മീഷൻ ഇതിലൊരു കൈയുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നത് ഈ സ്ഥലത്താണ്. 7 അടി വലുപ്പമുള്ള ഈ പേപ്പറിൻ്റെ കൂട്ടം കൊണ്ടുപോയി കൊടുത്തിട്ട് എന്നാൽ ഇതൊന്ന് തപ്പി കണ്ടുപിടിച്ചോ എന്ന് പറയുമ്പോൾ ആ പറഞ്ഞതിൻ്റെ എഫേർട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി. ഒരു ഫോട്ടോ, ഇപ്പോൾ ഒരു പേരെടുത്തു, എക്സ് എന്ന് പറഞ്ഞൊരു പേരെടുത്തു. ഈ എക്സ് എന്നുള്ള പേരിലൊരു ഫോട്ടോ ഉണ്ട് ഒരു വ്യക്തിയുടെ. ഇയാളിനി വേറെ എവിടെയെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടോ? അത് അവിടെ തന്നെ വേറെ ബൂത്തിൽ വേറെ പേരിലോ അല്ലെങ്കിൽ വേറെ അഡ്രസ്സിലോ അയാളെ വോട്ട് കയറിയിട്ടുണ്ടോ? അങ്ങനെ ഈ ഒരൊറ്റ ഫോട്ടോ വെച്ചിട്ട് ഈ എൻറ്റയർ പേപ്പറിൻ്റെ കൂട്ടത്തിൽ ഇവർക്കത് മാച്ച് ചെയ്ത് നോക്കണം. കാരണം ഇതെന്തായാലും എവിടെയും വെച്ച് റീഡാവില്ല. സ്കാനറിൽ റീഡാവില്ല, ഒപ്റ്റിക്കൽ റീഡറിൽ എവിടെയും ഒരു ക്യാരക്ടേഴ്സും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പേപ്പേഴ്സാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇമ്പോസിബിളാണ് അവർക്ക് ഡിജിറ്റലി ഈ സാധനങ്ങൾ വേരിഫൈ ചെയ്യാനുള്ളത്. അപ്പം മാനുവലി ഇത് ചെയ്യാൻ എടുക്കുന്ന ഒരു റിസ്ക്കും ടാസ്കും ഉണ്ട്. അത് ആരെടുക്കും? ഇത്രയും വലിയൊരു കെട്ട് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ആരും അത് മൈൻഡ് ചെയ്യില്ല. എന്തോ 1-2 പേപ്പർ നോക്കിയിട്ട് പോകുന്നുള്ള രീതിക്ക് കൊണ്ടുപോയി കൊടുത്തതാണ്. ഇവരും മെനക്കെട്ട് പണി എടുത്തുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ പുറത്ത് വന്നു. We found that 1,250,000 votes were stolen. And we're going to tell you how. What is the total number in the assembly? Total number of votes? So out of 6,50,000 total votes in the assembly of Mahadevapura, 1,250,000 votes were stolen. They were stolen in 5 different ways. The first way, duplicate voters. One voter appearing multiple times on the voter list. Fake and invalid addresses. Voters who didn't have addresses or were just fake addresses. Bulk voters in single address. One building, 50 people, 60 people, 1 bedroom house, but we go there, no 50 people living there. No record of those people ever having living there. One family living in that house. Invalid photos, photos which you simply cannot see or no photos existing of theirs on the polling list. And then the most interesting, misuse of Form 6. Form 6 is the form that allows new voters to become voters. So generally Form 6 is anyone who's 18 and above but hasn't voted in the last election. So they should be between 18 and 22, 23 years old. 5 ടൈപ്പ് ഓഫ് വോട്ട് ഫേക്കിംഗ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നത്. അതിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂപ്ലിക്കേറ്റ് വോട്ട്സ് അതൊരു സൈഡിലുണ്ട്. ഇതിൽ ലാസ്റ്റ് പറഞ്ഞ കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് മിസ്യൂസ് ഓഫ് ഫോം 6. 18 വയസ്സിന് മുകളിൽ പുതിയതായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന 18 കഴിഞ്ഞ യങ് ജനറേഷൻ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഫോം 6 കൂടുതലായിട്ട് പോകുക അല്ലേ, ആദ്യമായിട്ട് വോട്ട്. അല്ലാതെ പിന്നെ വോട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾ ആരായിരിക്കും? കുറേ കാലമായിട്ട് നമ്മുടെ രാജ്യത്തില്ല, അല്ലെങ്കിൽ കുറേ കാലമായിട്ട് രാഷ്ട്രീയത്തിലൊന്നും താല്പര്യമില്ല, ജനിച്ചത് മുതൽ ഇതൊന്നും മൈൻഡ് ചെയ്യില്ല, എഡ്യൂക്കേഷനും കാര്യങ്ങളും ഇല്ല, കൂലിപ്പണിക്കും ഇതിനും വേറെ. ഇപ്പോൾ ബീഹാർ നമ്മളെ ഈ സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് തന്നെ പോയി അങ്ങനെ താമസിച്ച് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവരായിരിക്കും, രാജ്യം വിട്ടു പോയവരായിരിക്കും. അതൊക്കെ റെയർ കേസുകളാണ്. എത്ര പേര് കാണും അങ്ങനെ? എന്നാൽ ഫോം 6 വെച്ചിട്ട് ഈ 90, 95, 75, 80 വയസ്സുള്ള ആളുകൾ മോദിക്ക് വേണ്ടി വോട്ട് കുത്തി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഈ സാധനം ഉണ്ടായിരുന്നു. വയസ്സായ സ്ത്രീ ആദ്യമായിട്ട് വോട്ട് കുത്തിയത് മോദിക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. ആദ്യ വോട്ടല്ല, കഞ്ഞി വോട്ട്. കഞ്ഞിത്തരാണ് കാണിച്ചിട്ടുള്ളത്. എൻറ്റയർ സാധനം കഞ്ഞിത്തരാണ് കാണിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ തന്നെ ഈ ബൾക്ക് വോട്ടേഴ്സ് എന്ന് പറഞ്ഞ സ്കീം ഉണ്ടല്ലോ. ഒരു വീട്ടിനകത്ത് ഇപ്പോൾ ഒരു 10 നമ്പർ വീട് ഒറ്റമുറി വീടായിരിക്കും, അതിൽ 80 പേര് താമസിച്ചു, 80 പേര് താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ പേരിൽ വോട്ട്. ഇവരിത് അന്വേഷിച്ച് വന്ന സമയത്ത് കുറേ കച്ചറയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അടിപിടി കച്ചറകളൊക്കെ ഉണ്ടായി എന്നുള്ളത് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് ഒരു ബ്രൂറിനകത്ത് ഒരു ലിക്കർ ബ്രൂറിനകത്ത് 10-60 വോട്ട്. അതൊരു വീട് പോലും അല്ല, ബ്രൂറിയാണത്. അതിനകത്ത് 60 പേര് ആ അഡ്രസ്സ് വെച്ചിട്ട് വോട്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഏത് രീതിയിലുള്ള മാനിപ്പുലേഷൻസ് ആണ് വോട്ടിങ്ങിൽ നടന്നിട്ടുള്ളത്? ഇതൊന്നും ഇലക്ഷൻ കമ്മീഷൻ്റെ അറിവോട് കൂടി അല്ല എന്ന് പറയുമ്പോൾ അത് വെള്ളം തൊടാതെ വിശ്വസിക്കാൻ ശേഷം പാടുണ്ട്. Here is duplicate voter. There are 11,965 voters of this type.
This is the gentleman called Gurkirat Singh Dang. Gurkirat Singh Dang appears once, twice, 3 times, 4 times in 4 different polling booths in the constituency. He is the same name, the same address, the same person, 4 different polling booths. And this is not just one person, this is thousands of people in one assembly. ഒരു പേരെടുത്ത് കാണിക്കുന്നു, വ്യക്തിയുടെ ഫോട്ടോ കാണിക്കുന്നു. ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 4-5 ബൂത്തിൽ ഒരേ ആളുടെ പേരിൽ 4-5 വോട്ട്. ഇത് അയാൾ തന്നെ പോയി ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അയാളുടെ പേരിൽ വേറെ ആരെങ്കിലും ചെയ്തു വെച്ചതായിരിക്കാം. അപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ എല്ലാ പാർട്ടിയുടെ ആളുകളും ഒരു ബൂത്തിൽ കാണുമല്ലോ. ഒരു വ്യക്തി തന്നെ അവിടുന്ന് മാറിയും പറന്നും വരുമ്പോൾ അവിടെ അത് കണ്ടുപിടിക്കാൻ മാത്രം കപ്പാസിറ്റി ഈ ബൂത്തിലിരിക്കുന്നവർക്കില്ലേ എന്നുള്ളൊരു ചോദ്യമില്ലേ. പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഇതേപോലെ ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങൾ കയറി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഗ്രൗണ്ട് ലെവൽ വർക്കേഴ്സ് പാർട്ടിക്കാർക്കില്ലേ, ഈവൻ കോൺഗ്രസ്സിനില്ലേ? അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഇതിനകത്ത് വരുമ്പോഴാണ് ഒരു കാര്യം നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഇത് നടന്നിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ലെവലിൽ ആളുകൾ ഇപ്പോൾ ഒരുത്തൻ വേഷം മാറി ഇവിടുന്ന് പോകുമ്പോൾ അപ്പുറത്തൊരു മറുക് കിട്ടി അവിടെ പോയി, ഈ സംഗതി അല്ല നടന്നിട്ടുള്ളത്. ഫാൻസി ഡ്രസ് വിഷയമല്ല ഇവിടെ നടന്നത്. ഇവിടെ നടന്നത് കൃത്യമായി EVM മെഷീനിലാണ് ഇവിടെ പരിപാടികൾ കയറ്റിയിട്ടുള്ളത്. അപ്പോൾ EVM മെഷീൻ്റെ പരിപാടികൾ എന്ത് എന്നുള്ളതായിരിക്കാം മേ ബി അടുത്തത് രാഹുൽ ഗാന്ധി പൊളിക്കാൻ പോണത്. അതിന് ഞാൻ വെയിറ്റിംഗ് ആണ്. Same voter voting in multiple polling booths in Karnataka in the assembly and also voting in Uttar Pradesh, voting in Lucknow, voting in Varanasi. Zoom in, no, show the name. This is the gentleman called Aditya Srivastava. Just zoom out for a second. Yeah, just zoom into the top 2 there. He votes in booth number 458, same person. He votes again in booth number 459, same person. Go down. And then this gentleman goes Karnataka, Uttar Pradesh, Karnataka and Maharashtra. And I remind you, this is not an individual. There are thousands and thousands of these people that we found. Duplicate voters was what, 11,000? So there are 11,000 people who are voting 3 times, 4 times, multiple times. Right? ഒരു സ്റ്റേറ്റിലുള്ള ഒരു വോട്ടർ ഒരേ സമയം കർണാടകയിലും ബോംബെയിലും ഉത്തർപ്രദേശിലൊക്കെ പോയി വോട്ട് ചെയ്യും. എന്തുവാണ് ഇത്? കുമ്മനത്തിൻ്റെ എക്സ്ട്രീം വേർഷനാണ്. ഇവിടെയും കണ്ടു അവിടെയും കണ്ടു, ഡബിളും അല്ല, ഇത് ഫോർമുലൊക്കെ ആയി പോയിട്ടുണ്ട്. ഇതെങ്ങനെ നടക്കണേ? ഇതെങ്ങനെ പോസിബിൾ ആവുന്നത്? ഒരു വലിയ ചോദ്യമല്ലേ ഇതിനകത്ത്, അല്ലേ? നമ്മളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പല രീതിയിലായിട്ട് വിറ്റത് നമ്മളെ തന്നെയാണ്. ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന പല സ്കീമും വന്ന സമയത്ത് നമ്മളെല്ലാം വിറ്റു. മനസ്സിലായോ? തമ്പ് ഇംപ്രഷൻ വിറ്റു, റെറ്റിന സ്കാൻ വിറ്റു, നമ്മളുടെ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ ആയിട്ടുള്ള എല്ലാം വിറ്റുള്ളത്. ഇനിയിപ്പോൾ ഏത് രീതിയിൽ, ഇപ്പം ഞാനിവിടെ കേരളത്തിൽ വോട്ട് ചെയ്യുന്ന ഒരാളും ചിലപ്പോൾ സായി കൃഷ്ണൻ, ഈ പേരും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ചില പേരുകൾ ചില സ്റ്റേറ്റിൽ മാത്രം കോമൺ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കാം. ഈ അശ്വിൻ രാഹുലൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. സായി കൃഷ്ണൻ ഈ ഒരു സൗത്ത് ബെൽറ്റിൽ, സായി കൃഷ്ണൻ ബേസിക്കലി പറഞ്ഞ പോലെ നോർത്ത് ബെൽറ്റിലും കാണും, സൗത്തിലും കാണും. അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. മനസ്സിലായോ? ചില പേരുകളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ വളരെ കോമൺ ആണ്. ചിലപ്പോൾ അത് വെച്ചിട്ടായിരിക്കാം അങ്ങനെ വെച്ച് കയറ്റുന്നത്. എന്താണെന്നുണ്ടെങ്കിലും ഇത് വന്ന വഴി കൃത്യമായിട്ട് എക്സ്പോസ് ആയത് നന്നായി. ഒരേ ആള് കുറേ സ്റ്റേറ്റിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു, കുത്തിക്കൊണ്ടിരിക്കുന്നു വോട്ട്. These are all the people who have voted multiple times in Karnataka. That's the names, that's their addresses, that's the polling booths where they register to vote. Fake addresses. House number 0. No, you're laughing. There are thousands and thousands of these people. No address, house number 0. House number 0, house number 0. 0. House number 0. Father's name ILSDHFHUG. थोड़े और फादर्स नेम दिखाओ, ये बड़े इंटरेस्टिंग नाम है इनके.
DFOIGOIDF, father's name. नहीं आप हंस रहे हो भैया, पूरा सिस्टम उड़ा दिया है, चोरी हो रही है. These are of three types. Either an address that doesn't exist, you go look for it, it's not there, or the address is 0, house number 0 or street number 0, or then the address cannot be verified. These are 40,000 voters. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രം 40,000 വോട്ടേഴ്സ്, അഡ്രസ് ഇല്ല, അഡ്രസ്സിൻ്റെ കാര്യത്തിൽ 0. അതൊക്കെ പോട്ടെ, ഫാദറിൻ്റെ അച്ഛൻ്റെ പേരിൻ്റെ സമയത്ത് HDHC ILMMO ABCDEFG, തന്തല്ലാത്ത പരിപാടിയാണ് സംഖ്യകൾ കാണിക്കുക എന്നുള്ളത് അറിയാം. ഇപ്പം ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ തന്തല്ലാത്തവർ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഫേക്ക് അടിക്കുമ്പോൾ അവിടെയും തന്തല്ലാത്ത പരിപാടി കാണിക്കുമല്ലോ. അത് തന്നെ അത് തന്തേരെ പേര് കൊടുത്തില്ല, അതിന് വരെന്ത് ചെയ്തു HDHMC, അവരെങ്ങനെയാണോ അവർക്ക് തന്നെ അറിയില്ലല്ലോ ആരാ അവരെ തന്താന്നുള്ളത്. അപ്പം പിന്നെ ബാക്കിയുള്ളവർക്കും അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇട്ട് കൊടുത്തതായിരിക്കാം. ഒരു രാജ്യത്തിലെ എൻറ്റയർ സിസ്റ്റം ഇവരെങ്ങനെ ഹൈജാക്ക് ചെയ്തതെന്ന് ഞാൻ ആലോചിക്കുന്നു. Here is house number 35. 80 voters live in this house. We sent people to check. They got beaten up. These 80 people live in this house. It's a single story, single room house. Here's another one. Booth number 366. थोड़ा इसमें zoom in करो. 46 voters, all from different families, living in a single bedroom house. And when we go there, they don't exist. Zoom out. So that's a single bedroom. 46 voters living there. Same thing there, 80 voters living there. No sign of their existence. When we go there, we're threatened. Our people go there, they're threatened. Take video, they're threatened. Okay, next. Here is 68 voters in a brewery, commercial establishment. Nobody lives there. Right? And when we go and ask them, where are these people? Who are these people? Nothing. We don't know. Never heard of them. Zoom in. And that's fake and invalid addresses. You can see. 40,000 ആൾക്കാർ ഫേക്ക് അഡ്രസ്സ്. അതിന് തന്നെ പല സ്ഥലത്തും ഇവരെ ആളുകൾ വീഡിയോ എടുക്കാനും പ്രൂഫിന് വേണ്ടിയും ചോദിച്ചു തന്ന സമയത്ത് അവരെ അവിടുന്ന് അടിച്ചോടിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതന്നെ ഒരു ബിയർ ക്ലബ്ബ് ബ്രൂവറി എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എങ്ങനെയാണ് 60 ആൾ വന്നത്? ഭാഗ്യം ഒന്നും കൂടി, ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല, ഒന്നും കൂടി ഒന്ന് ഇരുന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ശവപ്പറമ്പെന്നും ആള് കൊണ്ടുവരും. കുടിമാടത്തുനിന്ന് നീച്ചു വന്ന് വോട്ട് ചെയ്ത് പോയി എന്നുള്ളതും ചിലപ്പോൾ നമ്മൾ കേൾക്കേണ്ടി വരും, ഉറപ്പാണ്. ഓഹ്, ഏതൊക്കെ രീതിയിലാണ് അട്ടിമറിച്ചിട്ടുള്ളതെന്നുള്ളത് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇമ്മാതിരിയൊക്കെ പരിപാടി കാണിച്ചിട്ടാണല്ലോ ഭരണം പിടിച്ചെടുക്കുന്നത്. എന്നിട്ട് ഇനി അടുത്ത വോട്ടെടുപ്പ് ആകുമ്പോഴത്തേക്ക് അടുത്ത സെൻറ്റിമെൻറ്റ്സ് ആയല്ലോ. പുൽവാമ പറഞ്ഞ പോലെ ഇനി സിന്ദൂർ പറയാം, അതിൻ്റെ പേരിൽ വന്ന വോട്ടാണെന്ന് പറയാം. Invalid photos. There are 4,000 voters. Show the photos. These are the photos. Either no photo. ഇങ്ങനെ ഫോട്ടോ, ഇതാണ് പ്രോപ്പർ സാധനം. അതായത് ഒരു വോട്ടിംഗ് ബൂത്തിലിരിക്കുന്ന എല്ലാ പാർട്ടിയുടെയും ആളുകളുണ്ടാവുമല്ലോ അവിടെ. ഈ ലിസ്റ്റിൽ ഫോട്ടോ ഇല്ലാത്ത ഒരാൾ വന്നാൽ ഇവരതെങ്ങനെ കയറ്റി വിട്ടത്? അത് സീനാവില്ലേ? സീനാവണമല്ലോ. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചെങ്കിൽ, ഇത് കൃത്യമായുള്ള മാനിപ്പുലേഷൻ ഇതിൽ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിൽ അട്ടിമറി നടന്നിട്ടുണ്ടാവുമെങ്കിൽ ഇത് വോട്ട് കുത്തിയ EVM മെഷീൻ റിസൾട്ട്സ് ഒന്നും ആയിരിക്കില്ല പുറത്ത് വന്നിട്ടുള്ളത്. ഓൾറെഡി പ്രീ അപ്ലോഡ് ചെയ്ത ഒരേ സീരിയൽ നമ്പറുള്ള മെഷീൻസിൻ്റെ ഡാറ്റാബേസ് കാണുമായിരിക്കും. അപ്പോൾ അവർക്ക് അനുസരിച്ച് അവരെന്ത് ചെയ്യും? അപ്പുറത്ത് ആ മെഷീനിൽ ഈ ഡാറ്റ കയറ്റി വിടും. ഇറ്റ്സ് ഓൾ ഡിജിറ്റൽ തിങ്, മനസ്സിലായോ? ഹാർഡ് കോപ്പി അല്ല. അപ്പം ഞാൻ പോയിട്ട്
എൻ്റെ തമ്പ് ഇംപ്രഷൻ വെച്ചിട്ട് വിടുന്ന ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ അത് റെപ്ലിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. പേപ്പർ പരിപാടി കുറച്ച് പാടാ. ദിസ് ഈസ് വെരി ഈസി അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഡിജിറ്റലി സാധനങ്ങൾ കറപ്റ്റ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. അപ്പം അത് ഏത് രീതിയിൽ നടന്നിട്ടുണ്ടാവും നിങ്ങളൊന്ന് ചിന്തിക്കുക. ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് സംഗതി മനസ്സിലായി ഇതെന്താവും സംഭവം. 5 മണിക്ക് ശേഷം പെട്ടെന്ന് വോട്ടിങ്ങിൻ്റെ കൗണ്ട് കൂടുക, ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള കുറേ ആളുകളുടെ പേര് വരിക, അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ വന്നു പോകുന്നുണ്ടെങ്കിൽ എവിടെയാണ് ഈ കറപ്ഷൻ നടന്നത്? ഫോർ മീ അത് ആ മെഷീനിലാണ്. ഓക്കെ, അതെങ്ങനെയെന്ന് ഞാൻ അറിഞ്ഞാൽ മതി. You've heard that new voters vote for the Prime Minister. You've heard that said, right? Suna hai na? New voters, young voters like to vote for the Prime Minister. Now I'll show you how. So there is something called Form 6. 33,692 voters are registered here. This basically is anybody who wants to vote for the first time can use this list, Form 6. So you go, you get into the Form 6, and then your name goes into the voter list. There's a lady called Shakun Rani, 70-year-old. 70-year-old. Zoom out. That's her. And you see a very interesting thing here. She appears twice on the voter list. She comes in using Form 6. Zoom into her name the first time. Zoom in there. Here, first name Shakun, surname Rani. Right? Now look at her picture. That's a picture. Now go to the other picture. Look at the picture. So this is essentially a zoomed in picture that they've taken. And this is now suddenly a new voter. Go back. Now she has no surname, but her first name is Shakun Rani. Right? Go back. But what's really interesting here, now she uses this form twice. She uses it first on the 13th, 13/9/23, and then she does it again 31/10/23. So she becomes a voter twice, and then the beautiful thing is, show us the next slide, she actually votes twice, or somebody votes twice for her. Right? There she is. That's the slip where she's been signed off as having voted in booth 341, and she's done it twice. Now we don't know if she's done it or somebody else has done it. Now this has been 33,000 people here in one assembly that have done this. Show me the ages, please. Do you have the ages of the larger list? Okay. So I'll start with the age here. I've got a list of the ages. Age 98, age 96, age 95, age 95. This is all fake. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ആദ്യമായിട്ട് ഫോം 6 മേടിച്ച് വോട്ട് ചെയ്യാൻ വരുന്ന 18 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പോകുന്ന ബേസിക് സാധനമാണ് ഈ ഫോം 6 എന്ന് പറയുന്നത്. മോദിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ, BJPക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ഇന്ത്യൻ യുവത്വം ഇറങ്ങി എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം ഭയങ്കരമായിട്ട് കഴിഞ്ഞൊരു ഇലക്ഷൻ്റെ സമയത്ത് ഒരു കുട്ടി ഘോഷിച്ചിരുന്നത്. മഹാദേവപുരയിൽ സംഭവിച്ച ഈ ഒരു സംഗതിയുടെ ഒരു ലേഡി 2023 അവർക്ക് ഇവരൊരു വോട്ടർ ID ഉണ്ടാക്കുന്നു. അതിലെ പേര് ശകുൻ റാണി, 2 ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം, ഫോട്ടോയും കറക്റ്റ് കാണിച്ചു. ദ വെരി നെക്സ്റ്റ് തിങ് അവരെ കൊണ്ട് അടുത്തൊരു ഫോം, അതിലവർ സൂംഡ് ഫോട്ടോ ശകുൻ റാണി എന്ന് ഒറ്റ പേര്, സെക്കൻഡ് നെയിം ഇല്ല. ഏതൊക്കെ രീതിയിലാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ രീതിയിലാണ് ഇവിടെ ഒരാളുടെ ഐഡൻറ്റിറ്റി വെച്ച് കളിക്കുന്നത്. നമ്മൾ ഇന്ത്യയിൽ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് സേഫ്റ്റി കുറവുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ഓക്കെയാണ്. പക്ഷേ എന്തൊക്കെ പോയാലും നമ്മൾ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ സാധനം ലീക്കായാൽ, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ മുകളിൽ ഇതേപോലുള്ള മാനിപ്പുലേഷൻസ് നടന്ന്
ഈ ഡാറ്റാസൊക്കെ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യമാണ് ഇതൊക്കെ. എന്തും ചെയ്യാം. പൊളിറ്റിക്കൽ മണി മസിൽ പവർ വെച്ചിട്ട് എന്ത് കളിയും കളിക്കാം. ഇത്ര കാലം എടുത്ത പ്രതിപക്ഷം ഇതിനൊന്നും കണ്ടുപിടിക്കാൻ നടക്കാഞ്ഞതും ഉണ്ടാതിരുന്നതും എന്തേന്നുള്ളത് ഇത് ഇപ്പോഴെങ്കിലും ചെയ്തത് നന്നായി എന്നേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിൻ്റെ ഗതി എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, അത് വേറെ കാര്യം. ഐ ഹാവ് കൺസേൺസ് ഇയാൾക്ക് ഇനി എന്ത് സംഭവിക്കുന്നുള്ളത്. This is how the Bangalore Central Lok Sabha election was stolen. 1,250,000 stolen, election won in one assembly. Duplicate votes 11,965. Menu दे रहा हूँ ना आपको. Dessert, starter, right? Duplicate voter 11,965. Fake and invalid addresses 40,009. Bulk voters in single address 10,452. Invalid photos 4,132. Misuse of Form 6 33,692. The reason the Election Commission does not give us data is because this is happening across the country. Okay? Next one. To give you an example, the difference between winning and losing the Haryana election for the Congress was 22,779 votes in the entire state. In one assembly in Karnataka, they've stolen 4 times that. Right? The scale is unbelievable. There's 6.5 lakh voters, and literally 1 lakh of those don't exist. That the Prime Minister is the Prime Minister of India with a very slender majority, 25 seats. 33,000 votes was the winning margin. Okay, so what we are saying to the Election Commission is you're not in the business of destroying Indian democracy. You're in the business of protecting it. All this information now, this is evidence. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് രാജ്യത്തെ വോട്ടെടുപ്പ് അട്ടിമറിച്ചത് എന്നുള്ളതിൻ്റെ ക്രിസ്റ്റൽ ക്ലിയർ വേർഷനാണ് രാഹുൽ ഗാന്ധി നമ്മളെ മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ളത്. ഇതിലും ചോദ്യങ്ങൾ ഒരുപാട് ഉന്നയിക്കാം. എന്നിട്ടും ബാംഗ്ലൂർ ജയിച്ചത് ആരാ ചോദ്യം വരാം. ഈ വോട്ട് ബൂത്തിലൊന്നും നിങ്ങളുടെ ആരും ഉണ്ടായിരുന്നില്ലേ ചോദ്യം വരാം. വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളിതൊന്നും ശ്രദ്ധിച്ചില്ലേ ചോദ്യം വരാം. എൻഡ് ഓഫ് ദ ഡേ ഫോർ മീ ഞാൻ പറയുന്നു, ദ എൻറ്റയർ കളി കളിച്ചിട്ടുള്ളത് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച ഒരു EVM മെഷീനകത്ത് ഇവർക്ക് ഡാറ്റ കയറ്റാനാ പാട്, അല്ലെങ്കിൽ പ്രീലോഡഡ് ആയിട്ടുള്ള ഒരു EVM ഡിജിറ്റൽ സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് അത് കയറ്റാൻ വല്ല പാടുണ്ടോ? സോ ദ എൻറ്റയർ സീൻ ഇവിടെ വന്നിട്ടുള്ളത് എവിടെയാണ്? ഇതിലാണ്. പിന്നെ റെയർ ചാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എലക്ഷൻ ബൂത്തിലിരിക്കുന്ന ഇവരുടെ തന്നെ ബൂത്ത് ഏജൻറ്റുമാരുണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക്. അവരെ വേണമെങ്കിൽ കാശ് കൊടുത്ത് മറിക്കാം. എന്നാലും ഇത് എത്ര മറിച്ചാലും ഇത്രത്തോളം ഫേക്ക് വോട്ട് കയറ്റാൻ പറ്റുക? അങ്ങനെ സാധനം ഉണ്ടല്ലോ. അതൊരു വൈൽഡായിട്ടുള്ള ഒരു സാധനമാണ് ആ പറഞ്ഞുള്ളത്. ഓക്കെ, ഏജൻറ്റുമാരെ മറിക്കുന്ന പരിപാടി അതൊന്നുമല്ല. EVM മെഷീനുകളിൽ നടന്നിട്ടുള്ള തിരിമറി എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്തുകൊണ്ട് ഡിജിറ്റൽ ഡാറ്റ സബ്മിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് വേറെ വലിയൊരു ചോദ്യമാണ്. എന്താണെങ്കിലും രാഹുൽ ഗാന്ധിൻ്റെ കാര്യം ഇനി കണ്ടറിയണം. ED മുതൽ അങ്ങോട്ട് ഇനി പല രീതിയിൽ രാഹുൽ ഗാന്ധി അകത്താവാനും അല്ലെങ്കിൽ തീർന്നു പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഇനി ബീഹാറിലെ വോട്ടർ പട്ടികയായിട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഓൾറെഡി എന്താണ് പാർലമെൻറ്റിലെ അടിയാണ് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായിട്ട്. അവിടെ കാണുന്ന സ്കീം വേറെയാണ്. അവിടെ കാണുന്ന സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എന്താ ആധാർ കാർഡാണ് എല്ലാം, വോട്ടേഴ്സ് ID, ആധാർ കാർഡ്, വോട്ടേഴ്സ് ID അതാണ് മെയിൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഓരോ സ്ഥലത്തും ഓരോ പ്ലാനാണ്, മനസ്സിലായി? ഇവർ ഈ പ്ലാൻ ഭയങ്കരമാണ് ഇവന്മാരത്, സംഘ് വെൽറ്റിൻ്റെ. ഇപ്പം നമ്മൾ ബീഹാറിൽ കാണുന്നത് കുറേ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ല. ഒറ്റയടക്കി കുറേ ഒരു 8% ആളുകൾ എടുത്ത് കളഞ്ഞു. കാരണം എന്താ?
അവിടെ ജാതിക്കാർഡ് വേണം ഇനി മുതൽ വോട്ടർ ലിസ്റ്റ് കയറണമെങ്കിൽ, അല്ലെങ്കിൽ പാസ്പോർട്ട് കാണിച്ചു കൊടുക്കണം. അവിടെ പാവങ്ങളാണ്, അവർക്ക് വിദ്യാഭ്യാസം ഇല്ല, അവർ പല നാട്ടിലും പോയി ജോലി ചെയ്യുന്ന ബീഹാറികളാണ്. അവർക്ക് എന്ത് പാസ്പോർട്ട്, എന്ത് ജാതിക്കാർഡ്, അത് കൃത്യമായി അറിയുന്നത് കൊണ്ട് ആ നാട്ടിൽ ഇവരെന്ത് എടുത്തില്ല, ആധാർ കാർഡും ബാക്കി പ്രൂഫുകളും ഒന്നും അവർ പ്രൂഫായിട്ട് എടുത്തില്ല വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കണമെങ്കിൽ. അവിടെ അവർ വേറെ ഗെയിം കളിച്ചു. മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ രാജ്യത്ത് ഇവർ ഈ വോട്ട് ഫേക്ക് ചെയ്ത് അട്ടിമറിച്ച് ജയിച്ച് മുന്നോട്ട് പോകും. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ചോദ്യം ചെയ്തവൻ തീർന്നു പോകുന്ന ഒരവസ്ഥയാണ് ഈ നാട്. മനസ്സിലായോ? രാഹുൽ ഗാന്ധിക്കും പാർട്ടിക്കും തന്നെ ചോദ്യം ചെയ്യാൻ ഇത്രയും കാലം പിടിച്ചു. നമ്മളെ കൊണ്ട് ചോദ്യം ചെയ്യാൻ പറ്റുമോ? ആഫ്റ്റർ ഓൾ യൂട്യൂബ് ചാനൽ ഞാൻ ഇനി ഈ വീഡിയോ ചെയ്തതിന് ഞാൻ തീർന്നു പോയി, ഇന്ന തീർത്തുകളി എന്നുള്ളതൊക്കെ കണ്ടറിയാൻ കോശി. ഇതാണെങ്കിൽ രാഹുൽ ഗാന്ധി വെൽ ഡൺ, നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തു, ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി. മീഡിയാസ് ഏറ്റെടുത്ത് പല രീതിയിലുള്ള ചോദ്യങ്ങൾ മീഡിയ നിങ്ങളോടും ചോദിക്കാം, അവിടെ ചോദിക്കില്ലല്ലോ. അവിടെ ചോദിച്ചിട്ട് കാര്യമില്ല. അവിടെ മൻ കി ബാത്ത് മാത്രമേ നടക്കൂ. നിങ്ങളെപ്പോലെ വന്ന് നിന്നിട്ട് നാലാളെ മുന്നിൽ നിന്ന് നിവർന്ന് നിന്ന് മീഡിയാസിൻ്റെ ചോദ്യം ഫേസ് ചെയ്ത് അതിന് ഉത്തരം കൊടുക്കാനുള്ള സെറ്റപ്പ് അവിടെ ഇല്ല. അവിടെ ഓൺലി മൻ കി ബാത്ത്, അതിനപ്പുറം വേറെ ഒന്നും പോവില്ല അപ്പുറത്ത്. അതാണ് അവിടുത്തെ അവസ്ഥ. എന്താണെങ്കിലും നാട്ടുകാർ ഇതൊക്കെ തിരിച്ചറിഞ്ഞാൽ നല്ലത്. മനസ്സിലായില്ല? ഇനി ഒരു ഇലക്ഷൻ വരും, നിങ്ങൾ ചിന്തിക്ക്. ദാറ്റ്സ് ഇറ്റ്.